യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. നമുക്കറിയാം, കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായ PK ഗോപിക്ക് നേതാക്കളോട് ചിലത് പറയാനുണ്ട്. കലാകാരന്മാർക്ക് തങ്ങളെ തുറന്നു കാട്ടാനുള്ള ഇടമില്ല. ആര് ഭരിച്ചാലും കലാകാരന്മാർ അവർക്ക് മുന്നിൽ അവസരത്തിനായി തലകുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടാണ് എന്നൊക്കെയുള്ള പരാതിയാണ് PK ഗോപിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന കാലത്തെക്കുറിച്ചും ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചും PK ഗോപി ന്യൂസ് മലയാളത്തോട് മനസ്സ് തുറക്കുകയാണ്. കാണാം. എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് ബൂത്ത് എന്ന് പറയുന്ന, അതൊന്നും അന്നത്തെ ആ വാക്കൊന്നുമല്ല, വോട്ട് ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെ വാതിലിൽ പോയി ഇങ്ങനെ പുറത്ത് കൈയും കെട്ടി നിന്ന് ഏതോ മഹാത്ഭുതം ഇതിനുള്ളിൽ നടക്കുന്നുവല്ലോ എന്ന് പുറത്ത് നിന്ന് ജനലിലൂടെ കാഴ്ച കണ്ട ഒരു ബാല്യകാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബാല്യകാലത്ത് ഞങ്ങൾ കുട്ടികൾ വെറുതെ ഇരുന്നില്ല. ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പാർട്ടിയുടെ കൊടി ഉണ്ടാക്കാൻ ഞങ്ങൾ കടലാസ് കണ്ടുപിടിച്ചു. അതേ നിറത്തിലുള്ള കടലാസ്. തുണി കണ്ടുപിടിച്ചു. തുണിയൊക്കെ വെട്ടിയെടുത്തത് അമ്മ ഉപേക്ഷിച്ച തുണിത്തരങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും. അതിൽ ഞങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ ഒടിച്ചെടുത്ത കമ്പിൽ കുത്തി കൊടിയുണ്ടാക്കി. ആ കൊടി ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നിന്ന പ്ലാവിൻ്റെ ഉയർന്ന കൊമ്പിൽ, ആ പ്ലാവിൻ്റെ അത്രയും ഉയരമുള്ള ഒരു വൃക്ഷം വേറെ പരിസരത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് നിന്ന പ്ലാവിൻ്റെ മുകളിൽ കൊടി കെട്ടിയാൽ അതിൻ്റെ മുകളിൽ കൊടി കെട്ടാൻ വേറൊരു മരമില്ലാത്തതുകൊണ്ടാണ്, കയറാൻ വയ്യാത്തതുകൊണ്ടല്ല. അങ്ങനെ ഞങ്ങൾ കൊടി കെട്ടി ജയിച്ചു എന്ന് വെറുതെ തോന്നിയ ബാല്യം ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനൊരു ചിന്തയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് മുതിർന്നവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ ചെറിയ ആളുകൾക്ക് പങ്കില്ല, കുട്ടികൾക്ക് പങ്കില്ല എന്ന് കരുതരുത്. പ്രായഭേദമന്യേ ഒരു പങ്കാളിത്തം ഏത് തലമുറയിലെയും കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അറിയാതെ വന്നു ചേർന്ന് പോകുന്നതാണ്. പിന്നെയാണത് പരിഷ്കരിക്കപ്പെടുന്നത്, നവീകരിക്കപ്പെടുന്നത്, തിരുത്തപ്പെടുന്നത് പിന്നെയാണ്. യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട്. എനിക്കൊരു കലാകാരൻ എന്നുള്ള നിലയിൽ, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നതാണ്. എനിക്കെപ്പോഴും തോന്നാറുള്ളത്, കലകൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ അത് നമ്മളിൽ തന്നെ കുടിയിരുന്നു പോവുകയില്ലേ? കലകൾ ആവിഷ്കരിക്കപ്പെടേണ്ടേ? അതിന് നമുക്ക് വേദി വേണ്ടേ? അതെന്നെ കേൾക്കാൻ ആളുകൾ വന്നു ചേരാനുള്ള ഇടങ്ങൾ വേണ്ടേ? ഇരിക്കാനോ നിൽക്കാനോ കാണാനോ കേൾക്കാനോ ഉള്ള സൗകര്യങ്ങൾ ആവശ്യമില്ലേ? ഇല്ലേ? അതിനുള്ള സൗകര്യം വേണ്ടേ ഈ നഗരത്തിൽ? എൻ്റെ കയ്യിൽ വാടക കൊടുക്കാൻ ഒന്നുമില്ലയെന്ന് വിചാരിക്കൂ. പക്ഷേ എനിക്ക് പാടാനറിയാം, എനിക്ക് എഴുതാനറിയാം, എനിക്ക് പറയാനറിയാം. ഞാൻ എവിടെ പോയി നിന്ന് പറയും? ഇടമുണ്ടോ? എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങി പെർമിഷൻ വാങ്ങിച്ച് എനിക്ക് വാടക കെട്ടി ഇനി ഞാൻ ചെയ്തേക്കാൻ ഇടം ഈ സാധ്യതയുള്ള, ഒരുപക്ഷെ അങ്ങനെ ചെയ്യണമെന്നില്ല, ഞാൻ ചെയ്തേക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾക്കോ നാശനഷ്ടങ്ങൾക്കോ മുൻകൂട്ടി ഞാൻ കാശ് കെട്ടി വെക്കണം. അറിയാമല്ലേ, കോഷൻ ഡെപ്പോസിറ്റ്. അത് ഞാൻ മുൻകൂട്ടി അടയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് അത് തിരിച്ചു വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഭാവിയിൽ ചെയ്തേക്കാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾക്ക് മുൻകൂർ കാശടയ്ക്കേണ്ടി വരുന്ന കലാകാരനാണോ ഞാൻ? അല്ല. എനിക്ക് സ്വതന്ത്രമായി എവിടെയും നിന്ന് എനിക്ക് സ്വായത്തമായ കല ആവിഷ്കരിക്കാനുള്ള ഒരു ജനാധിപത്യ അവകാശം വകവച്ച് തരുന്ന കോർപ്പറേഷൻ ഭരണത്തെയാണ് എനിക്കിഷ്ടം.